ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മോരുകറിയാണേ. അപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ടാണ് മോരുകറി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 3-4 ചെറിയ ഉള്ളിയും എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടിയാണ് ഇരിക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂണോളം ഉലുവ പൊടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം കേട്ടോ. അതിനായിട്ട് ഇവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചെറുതാക്കി അരിഞ്ഞിട്ടില്ല, ഈ ഒരു രീതിയിലാണ് അരിഞ്ഞു കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറുതാക്കണമെങ്കിൽ ആ രീതിയിൽ ചെറുതാക്കാം, ഇല്ല കുറച്ചുകൂടെ വലുതാക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഈ ഒരു വഴുവഴുപ്പൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി, അധികം സമയമൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഈ വെണ്ടയ്ക്ക ഈ വഴറ്റുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെണ്ടയ്ക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ, അധികം ഉപ്പിടണ്ട. അപ്പോൾ അതും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തപ്പോൾ അതാ കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറി നമ്മുടെ വെണ്ടയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇതൊന്ന് കോരി മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, ഉപകാരപ്രദമായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ കോരി മാറ്റി അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിലരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മോരേറി പല രീതിയിലും വെക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ പല രീതിയിൽ നമ്മൾ കുമ്പളങ്ങ കൊണ്ടുണ്ടാക്കും, തക്കാളി കൊണ്ടുണ്ടാക്കും, വെള്ളരിക്ക കൊണ്ടുണ്ടാക്കും. അപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ രീതിയിലൊന്ന് മൂത്ത് കിട്ടിയാൽ മതി, അധികം അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട, ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ. ആ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ മിക്സിയിലെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴുകി അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാണ്. നമ്മൾ നേരത്തെ വെണ്ടയ്ക്കയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അതിൽ നമ്മൾ കുറച്ചേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ എത്രത്തോളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി, ഇത് അധികം തിളപ്പിക്കരുത്. നമ്മൾ തേങ്ങ അരച്ച് അരപ്പൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മിനിറ്റോളം മതിയാവും കേട്ടോ. അത് അധികം തിളപ്പിച്ചെടുക്കേണ്ട, 1 മിനിറ്റോളം ഈ വെണ്ടയ്ക്കയും ആ അരപ്പും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതാ കണ്ടില്ലേ, ചെറുതായിട്ടൊരു തിളയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തൈരാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചില തൈരുകളിൽ നല്ല കട്ട ഉണ്ടാവും. അപ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അതുപോലെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടകളൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊന്നും കൂടെ നോക്കാം, കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിനൊപ്പം വേറെ ഒരു കറി ആവശ്യമില്ല, ഈ ഒരു കറി മാത്രം മതി. പൊതുവേ എല്ലാവർക്കും മോരുകറി ഇഷ്ടമാണ്, പക്ഷേ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും.